എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും ലൈറ്റ് ട്യൂട്ടോറിയലായിട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്തേശിക്കുന്നത് നമുക്കറിയാം, കുറച്ച് പേർക്കെല്ലാം അറിയായിരിക്കും. സജാദ് മച്ചു എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടൊരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ പുള്ളിയുടെ കളർ ഗ്രേഡിങ് വേറെ ലെവലാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പുള്ളി എങ്ങനെയാണ് അടിക്കുന്നത് അതുപോലെ നമ്മളൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയോടൊപ്പം ഞാൻ പ്രീസെറ്റ് ഫയൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഫയൽ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങളിപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെയാണ് ആ പാസ്വേഡിന് വേണ്ടി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ നമുക്ക് എഡിറ്റിംഗ് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഈ ലൈറ്റ്റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രാക്ട് വെർഷനാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് എല്ലാ ടൂൾസും അൺലോക്ക്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാ ടൂൾസും വേണം. അപ്പോൾ നമുക്ക് എഡിറ്റിംഗ് തുടങ്ങാം. ഞാൻ വേണേൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യുന്നതാണ് ഈ ലൈറ്റ്റൂം ആപ്ലിക്കേഷൻ. അപ്പം നമുക്ക് അതിന് ബേസിക്കായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങാം. അതിന് നമുക്ക് ലൈറ്റ് ടൂളിലേക്ക് പോവാം. ലൈറ്റ് ടൂളിൻ്റെ അകത്ത് പോയിട്ട് ഞാൻ ഇവിടെ എക്സ്പോഷർ ഒരു പൊടിക്ക് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ അനുസരിച്ച് നിങ്ങൾ എക്സ്പോഷർ കുറയ്ക്കുക. അതിനുശേഷം കോൺട്രാസ്റ്റ് ഏകദേശം ഒരു 51 വരെ ഞാൻ ഇവിടെ കൂട്ടുവാണ്. പിന്നെ ഹൈലൈറ്റ്സിലേക്ക് പോകാം. ഹൈലൈറ്റ്സ് ഏകദേശം ഒരു 58 വരെയാണ് ഞാൻ ഇവിടെ കുറയ്ക്കുന്നത്. പിന്നെ ഷാഡോസ് ആണ്. ഷാഡോസ് ഒരു 75 വരെ ഞാൻ ഇവിടെ കൂട്ടുന്നുണ്ട്. അടുത്ത് നമുക്ക് വൈറ്റ്സിലേക്ക് പോകാം. വൈറ്റ്സ് ഏകദേശം ഒരു 20 വരെ നമുക്കിവിടെ കുറയ്ക്കാം. പിന്നെ ബ്ലാക്ക്സ് ആണ്. ബ്ലാക്ക്സ് ഏകദേശം ഒരു 7 വരെ നമുക്കിവിടെ കുറയ്ക്കാം. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ് നമുക്ക് ഇനി അടുത്ത KF ടൂളിലേക്ക് പോവാം. നമുക്ക് അതിന് തന്നെ RGB തുടങ്ങാം. RGBക്ക് അത് ഞാൻ ഇവിടെ ഏറ്റവും താഴത്തെ പോലെ ഒരു പൊട്ടിക്ക മണ്ടലോട്ട് പൂക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ തന്നെ ഒരു പോയിന്റ് ക്രിയേറ്റ് ആക്കിയിട്ട് പൊട്ടിക്ക് താഴത്ത് ആക്കുവാണ്. പിന്നെ സെൻറ്ററിൽ നിന്ന് ഒരു പോയിന്റ് ക്രിയേറ്റ് ആക്കിയിട്ട് ഒരു പൊട്ടിക്ക് മണ്ടലോട്ട് പൂക്കുന്നുണ്ട്. അപ്പം നമുക്കിനി അടുത്തത് റെഡിലേക്ക് പോവാം. റെഡിൻ്റെ അത് ഞാൻ ഇവിടെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മുടെ KF ടൂളിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ് നമുക്കിനി റൺ കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് കളർ ടൂളിലേക്ക് പോകാം. കളർ ടൂളിൽ നമുക്ക് ടെമ്പറേച്ചർ ഏകദേശം ഒരു 4 വരെ കൂട്ടണം. പിന്നെ അടുത്തത് വൈബ്രൻസ് ആണ്. വൈബ്രൻസ് ഏകദേശം ഒരു 24 വരെ നമുക്കിവിടെ കുറയ്ക്കാം. പിന്നെ സാച്ചുറേഷൻ ഇവിടെ ഏകദേശം ഒരു 14 വരെ കൂട്ടിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് മിക്സ് ടൂളിലേക്ക് പോകാം. മിക്സ് ടൂളിൽ നമുക്കിവിടെ റെഡിൻ്റെ സാച്ചുറേഷൻ ഏകദേശം ഒരു 16 വരെ അവിടെ കൂട്ടിയിട്ടുണ്ട്. ലൂമിൻസ് ഏകദേശം ഒരു 25-30 റേഞ്ച് ഞാൻ കൂട്ടുവാണ്. ഞാൻ ഇപ്പോൾ 36 ലൂമിൻസ് കൂട്ടിയേക്കുന്നത്. അടുത്ത ഓറഞ്ചിലേക്ക് പോവുക. ഓറഞ്ചിനകത്ത് ഞാൻ അവിടെ സാച്ചുറേഷൻ ഏകദേശം 14 വരെ അവിടെ കുറയ്ക്കുവാണ്. ലൂമിൻസ് ഏകദേശം ഒരു 44 വരെ അവിടെ കൂട്ടുവാണ്. അടുത്ത യെല്ലോയിലേക്ക് പോവുക. യെല്ലോയ്ക്കകത്ത് ഞാൻ ഇവിടെ ഹ്യൂ ഒരു 70 വരെ കുറയ്ക്കണം. 70 വരെ കുറയ്ക്കാം ഹ്യൂ. പിന്നെ സാച്ചുറേഷൻ ഏകദേശം ഒരു 100 വരെ കൂട്ടാം. സോറി,
അടുത്ത ഗ്രീനിലേക്ക് പോവുക. ഗ്രീനിൻ്റെ അത് നമുക്ക് ഹ്യൂ ഒരു 49 വരെ കുറയ്ക്കാം. പിന്നെ സാച്ചുറേഷൻ ഏകദേശം ഒരു 62 വരെയാണ് നമുക്കിവിടെ കുറയ്ക്കേണ്ടത്. അടുത്ത് നമുക്ക് അക്യൂയിലേക്ക് പോകാം. അക്യൂയ്ക്ക് ഞാൻ അവിടെ ഒരു സാച്ചുറേഷൻ ഒരു പൊട്ടിക്കൂട്ട് ലൂമിനൻസ് ഞാൻ ഒരു 62 വരെ കൂട്ടുന്നുണ്ട്. ബ്ലൂ അതുപോലെ തന്നെ ചെയ്യുക. സാച്ചുറേഷൻ ഒരു പൊടിക്ക് കൂട്ടുക. ലൂമിനൻസ് നമുക്ക് ഏകദേശം ഒരു 40. അടുത്ത് വയലറ്റിലേക്ക് പോവുക. വയലറ്റിൽ നമുക്ക് സാച്ചുറേഷൻ ഏകദേശം ഒരു 100 വരെ കുറയ്ക്കാം. ഹ്യൂ ഏകദേശം ഒരു 20 വരെ കൂട്ടാം. അപ്പോൾ നമ്മുടെ കളർ ഗ്രേഡിങ് ഉണ്ട്, നമുക്ക് ഡൺ കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് എഫക്ട്സിലേക്ക് പോവാം. എഫക്ട്സിൻ്റെ അവിടെ ലൈറ്റ് ഒരു പൊടിക്ക് കുറയ്ക്കുകയാണ്. അതിനുശേഷം ഡീഹൈസിനെ ഒരു പൊടിക്ക് കുറയ്ക്കുകയാണ്. ഡീഹൈസും പിന്നെ നിങ്ങൾ വിഗ്നേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത് നമ്മൾ സെലക്റ്റീവ് ടൂളിലേക്ക് പോകണം. സെലക്ട് ടൂൾ വെച്ചാൽ നമുക്ക് പ്ലസ് ഐക്കൺ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിവിടെ 3 ഓപ്ഷൻ. അതിൻ്റെ ഏറ്റവും അറ്റത്തെ ആ സ്ക്വയർ ബോക്സ് എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ സെലക്ടേഷൻ നമുക്ക് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു ക്ലാരിറ്റി ഒരു പൊടിക്ക് കുറയ്ക്കുകയാണ്. ഡിഎസ് ഒരു പൊടിക്ക് കുറയ്ക്കാം. ഇതെന്താ നമുക്കൊരു ഫോഗി എഫക്റ്റ് കിട്ടും നമ്മൾ ഈ ഇത് കൊടുത്ത് കഴിയുമ്പോഴത്തേന്. അതുപോലെ ഒന്നുകൂടെ പ്ലസ് ഐക്കൺ വെക്കാം. അതിൻ്റെ സെൻറ്ററിൽ ഒരു റൗണ്ടിലായിട്ടൊരു ടൂൾ കാണാം. അത് വെച്ച് നമുക്കൊരു പൊട്ടിക്ക് അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് നമുക്കിത് കൊടുക്കാം. ചെറുതായിട്ട് വാല്യൂ കുറച്ചിട്ട് അതുപോലെ തന്നെ ചെറിയൊരു ഫോഗിൻ്റെ എഫക്റ്റ് കൊടുക്കാം. അതിനോട് നിങ്ങൾ ഹൈറ്റ് എടുത്തിട്ട് ഡീഹൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത് വേണ്ടത് നമുക്ക് ഈ വാട്ടറിൻ്റെ കളർ നമുക്ക് ഏകദേശം ഒരു നീല കളറാക്കണം. അതിൻ്റെ ഒന്നുകൂടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. റൗണ്ട് ഐക്കൺ സെലക്ട് ചെയ്ത ശേഷം നിങ്ങളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം വളരെ കറക്റ്റ് ടൂളുണ്ട്, അതിൻ്റെ അകത്ത് പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കളറ്. അപ്പോൾ ഏകദേശം അതുപോലത്തെ ഒരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പിന്നീട് ഒന്നുകൂടെ ആഡ് ബട്ടൺ കൊടുത്ത് നമുക്ക് ഒന്നുകൂടെ സ്ക്വയറിൻ്റെ ആ ടൂൾ എടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ അടിയിൽ നമ്മളിലോട്ടൊന്ന് റേസ് ചെയ്യാം. അതിനുശേഷം ലൈറ്റ് ടൂൾ എടുക്കുക. അതിൻ്റെ എക്സ്പോഷർ ഒരു പൊടിക്ക് കുറയ്ക്കാം. എന്നിട്ട് ഒന്നുകൂടെ ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റ് എടുക്കുക. അതിനുശേഷം ഞാൻ അവിടെ ഒരു ബ്രൈറ്റ്നസ് ഒരു പൊടിക്ക് കൂട്ടുന്നുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ കെയർ ടൂളിലേക്ക് പോവാം. ഇതിൻ്റെ ഗ്രീൻ സെലക്ട് നമുക്ക് ഒരു പൊടിക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് കൊടുക്കാം. അപ്പം നമ്മുടെ എഡിറ്റിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ബിഫോർ ആഫ്റ്റർ ഒന്ന് കണ്ടു നോക്കാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു പുതിയൊരു വീഡിയോ പിന്നെ കാണാം. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റോട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതുപോലെ പ്രീസെറ്റിൽ വീഡിയോയും ലൈറ്റ് റൂമിൻ്റെ ട്യൂട്ടോറിയലൊക്കെ വേണ്ടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ബൈ.